നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിൽ വൻ തട്ടിപ്പുകൾ അരങ്ങേറാറുണ്ട്. സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും സഹകരണ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടും വൻ തട്ടിപ്പുകളും കൊള്ളയടിയിലും അരങ്ങേറുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്ര പുത്തിരിയല്ല. കാരണം എല്ലാ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും തട്ടിപ്പുകളും ഉടായ്പകളും ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം. CPM-ഉം കോൺഗ്രസും ഒക്കെ ഈ തട്ടിപ്പിലും ഉടായ്പിലും പങ്കാളികളുമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് BJPയെ അടപടലം പൂട്ടാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കുന്നത് BJPയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് പെരിങ്ങമല കോഓപ്പറേറ്റീവ് ലേബർ സൊസൈറ്റി. ഇതിൻ്റെ ഭാരവാഹികൾ 4,26 ലക്ഷം രൂപയുടെ വലിയ ബാധ്യത വരുത്തിയതായി സഹകരണ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് അടക്കമുള്ളവർക്ക് വലിയ തോതിൽ പിഴ ചുമത്താനുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നും പണം തിരിച്ചു പിടിക്കാനുള്ള നീക്കവുമായി സഹകരണ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. BJPയെ സഹകരണത്തിൽ കുടുക്കിയിടാൻ പിണറായി വിജയന് മികച്ചൊരു അവസരമാണ് ഈ പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ലഭിച്ചതെന്നാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും എല്ലാം കരുതുന്നത്. പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ വലിയ ചില അനോമലീസ് അരങ്ങേറുകയുണ്ടായി. എന്ന് വച്ചാൽ കെടുകാര്യസ്ഥതയും തട്ടിപ്പും അരങ്ങേറുകയുണ്ടായി. ഇതിൻ്റെ ഫലമായാണ് അതിൻ്റെ ഭാരവാഹികളെല്ലാം തന്നെ BJP നേതാക്കളാണ്. തിരുവനന്തപുരത്തെ പ്രമുഖ BJP നേതാക്കളാണ്. ES സുരേഷ് അടക്കമുള്ള പ്രമുഖ BJP നേതാക്കളാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. 4.62 കോടി അടക്കം ഏതാണ്ട് 4,62 രൂപയുടെ ഒരു തട്ടിപ്പാണ് അവിടെ നടന്നതെന്നാണ് ഇപ്പോൾ സഹകരണ രജിസ്ട്രാറും ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണം BJP നേതാക്കളിൽ നിന്ന് ഈടാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഹകരണത്തിലൂടെ ഗംഭീര പണിയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് പിണറായി കൊടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും BJP CPM-നെ കൂച്ചിക്കൂട്ടിയിരുന്നു എന്നുള്ള പരാതി ഉയർന്നിരുന്നു. EDയും എല്ലാം അന്വേഷിച്ച് തൃശ്ശൂരിലടക്കമുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ CPM-ന് വലിയൊരു പ്രതിബന്ധം BJP സൃഷ്ടിച്ചിരുന്നു. ED എല്ലാം ഇടപെട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം തന്നെ അതാണെന്ന് പറയുന്നത്. ഏതായാലും ED എല്ലാം മറ്റേ അവിടുത്തെ ബാങ്കിൻ്റെ പ്രസിഡന്റിനെ അടക്കം CPM നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് അത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയിലേക്ക് CPM-നെ നയിക്കുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും അത് വെച്ച് തിരിച്ചടിക്കാൻ ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റിയിൽ നടന്ന തട്ടിപ്പിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അതിൻ്റെ ഭാരവാഹികളിൽ നിന്നും നഷ്ടപ്പെട്ട പണം ഈടാക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനം BJPക്ക് വലിയ തിരിച്ചടിയാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് അടക്കമുള്ളവർ പണം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടി വരും. സഹകരണത്തിൽ CPM-നെ പൂട്ടാൻ BJP ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ അതേ സഹകരണത്തിൽ തന്നെ BJPയെ പൂട്ടിയിടുന്ന കാര്യത്തിൽ പിണറായി വിജയനും വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭ BJP തൂത്തുവാരുമെന്നാണ് നേരത്തെ വീമ്പിളക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ BJP അവിടെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. മറ്റൊരു സഹകരണ ബാങ്ക് തട്ടിപ്പിൻ്റെ പേരിൽ BJPയുടെ കൗൺസിലറായിരുന്ന ആൾ ആത്മഹത്യ ചെയ്തു. മറ്റൊരു ആൾ സീറ്റ് കിട്ടിയില്ല എന്നുള്ള പേരിൽ ആത്മഹത്യ ചെയ്തു. അങ്ങനെ BJP സഹകരണ ബാങ്കിൻ്റെയും മറ്റും പേരിൽ ആളുകളെ അവരുടെ പ്രവർത്തകരെ തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ള ആരോപണം CPM-ഉം കോൺഗ്രസും ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത് വജ്രായുധമാണ് BJPയെ പൂട്ടാൻ. ആ വജ്രായുധം അദ്ദേഹം ശരിക്കും ഉപയോഗിക്കും. ഇതിനു മുമ്പ് സഹകരണ ബാങ്കിലെ തട്ടിപ്പും കൊള്ളയും BJPയുടെ കയ്യിൽ കിട്ടിയ ഒരു വജ്രായുധമായിരുന്നു. അമിത്ഷായും മറ്റ് EDയും എല്ലാം അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ ആയുധം തിരിച്ചുപയോഗിക്കാൻ പിണറായി വിജയന് അവസ്ഥ വന്നിരിക്കുകയാണ്. അതിനുള്ളൊരു കാലമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJP നേതാക്കളെ പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പിൽ അടപടലം പൂട്ടിയിടാൻ CPM-ഉം പിണറായിയും തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. ഈ BJP ഭാരവാഹികളുടെ സ്വത്ത് ലേലം ചെയ്തോ അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടിയോ ഒക്കെ ഈ പിഴ ഈടാക്കാൻ, ഈ പൈസ ഈടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും BJP വലിയൊരു പുലിവാലാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് പിടിച്ചിരിക്കുന്നത്. BJPയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ BJP നേതാക്കളെ ഈ ബാങ്ക് തട്ടിപ്പിൻ്റെ കീഴിൽ പൂട്ടിയിട്ട് അവരെ മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കാനുള്ള നടപടിയുമായി പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. പിണറായി കിട്ടിയ മികച്ച ആയുധമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പെരിങ്ങമല ലേബർ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ തട്ടിപ്പ്. അത് BJPക്ക് വലിയൊരു തിരിച്ചടിയാവും. BJPക്കാരെ ഓരോരുത്തരും നേരത്തെ കുഴൽപ്പണ കേസിലൊക്കെ K സുരേന്ദ്രനെ പൂട്ടിയിട്ട പോലെ ഇത്തവണ BJPയിലെ തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളെ പിണറായി ഇതിൽ വെച്ച് പൂട്ടിയിടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല.